ഹലോ എവരി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ സ്റ്റുഡിയോയിൽ ഈദിൻ്റെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഈദായതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റോക്സ് പുതിയത് വന്നിട്ടുണ്ട്. അപ്പം സാധാരണ ഇപ്പോൾ പോയാലും ഓൾഡ് സ്റ്റോക്സൊക്കെയാണ് പിന്നെയും കാണാറുള്ളത്. അപ്പോൾ ഈ ഒരു വൈറ്റ് ഉണ്ടോ 799 നമ്മൾ പോയപ്പോൾ തന്നെ കണ്ടൊരു ഡ്രസ്സാണ്. പിന്നെ ഈ ഒരു പിസ്ത ഗ്രീൻ കളർ, ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് ഇന്നറൊക്കെ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഒരു ബ്ലാക്ക് 799 ആണ്. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡ്രസ്സാണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലൊക്കെ ആയിരുന്നു. അതേപോലെ ഈ ഒരു ബ്ലാക്ക് ക്രോപ്പ് ടോപ്പ്, ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. 499 ഒരു ക്രോപ്പ് ടോപ്പാണ്. സ്കേർട്ടിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടൈപ്പ് ജീൻസും അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ നല്ലതാണ്. പിന്നെ ഈ ഒരു ക്രീം അല്ലെങ്കിൽ ബീച്ച് ഷെയ്ഡൊക്കെ വരുന്ന ഈ ഒരു ടോപ്പിന് 899 ആയിരുന്നു. അത് സ്ലീവ്ലെസ് ആണ്. പിന്നെ ഇതും നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഈ ഒരു ടോപ്പ് നല്ലൊരു പിങ്ക് കളറിലൊരു ടോപ്പ്, അത് നല്ല രസമുണ്ട്. അതിൻ്റെ തന്നെ വേറൊരു മോഡലുണ്ടായിരുന്നു പിസ്ത ഗ്രീനിൽ വന്നിട്ട്. അതുപോലെ ഈ വൈറ്റിന് 599 ആയിരുന്നു. അതിൻ്റെ തന്നെ വേറൊരു കളർ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പാൻസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് രണ്ടും കൂടെ പെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും, ആ ടൈപ്പ് ഒരു പാൻസ്. പിന്നെ ഇത് പാരച്യൂട്ട് പാൻസ് ഇല്ലേ, അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടായിരുന്നു. ബ്ലാക്കും ക്രീമും അങ്ങനെ പല കളേഴ്സിലുള്ള പാരച്യൂട്ട് പാൻസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പിന്നെ വൈറ്റ് കളറിൽ ഇഷ്ടംപോലെ ഡ്രസ്സ് കണ്ടു. 599 വൈറ്റ് കളറിൽ ഈ ഒരു ഡ്രസ്സ്. പിന്നെ ഈ ഒരു ഗ്രീൻ കളറ്, ഇത് ശരിക്കും ഗ്രീനല്ല, ഒരു ലൈറ്റായിട്ടുള്ളൊരു കളറാണ്. അത് നമുക്ക് സ്ലീവ്ലെസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഡ്രസ്സ് ഉണ്ടോ, ഈ ഡ്രസ്സിന് തന്നെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഗ്രീനും പർപ്പിളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഡ്രസ്സിന് വരുന്നത് 899 ആണ്. ഇതൊരു പോളിസ്റ്റർ കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ ഈ വൈറ്റും നല്ല രസമുള്ളൊരു ഡ്രസ്സായിരുന്നു. പിന്നെ ഈ ഒരു ഗ്രീൻ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഗ്രീന്. പിന്നെ ഈ ഡ്രസ്സ് ഉണ്ടോ, ഇതിൻ്റെ വൈറ്റും ബ്ലാക്കും ഉണ്ടായിരുന്നു. ഇതൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സാണ് ഈ ടൈപ്പ്. ഇതിൻ്റെ തന്നെ ഫുൾ സ്ലീവ് വരുന്ന ഡ്രസ്സൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ ഇയറൊക്കെ നല്ല ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരുന്ന ഡ്രസ്സാണ്. പിന്നെ ഒരുപാട് നൈറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഈ ടീഷർട്ട്സിനൊക്കെ 199 ആയിരുന്നു. നല്ല നല്ല കളറുള്ള ഈ ഒരു കളർ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല നല്ല കളറുള്ള ഒരുപാട് ടീഷർട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മോംഫിറ്റ് ജീൻസിന് 799 ആയിരുന്നു. അങ്ങനെ അവിടെയും കുറേ ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ കുറച്ചുകൂടെ എത്നിക് ഡ്രസ്സുകളുണ്ടല്ലോ. അപ്പം പോയപ്പോൾ തന്നെ ഈ ഒരു ഡ്രസ്സ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 999 ആണ്. പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല മെറ്റീരിയലാണ്. നമുക്ക് ഈ ഒരു ഡ്രസ്സ് ഞാനിപ്പോൾ എടുക്കുന്നുണ്ടോ, ഒരു മജന്ത ഷെയ്ഡൊക്കെ വരുന്നൊരു ഡ്രസ്സ്. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ്. അപ്പം ഇത് സ്ലീവ്ലെസ് ആണ്. അത് നമുക്ക് വീനക്കൊക്കെ വരുന്ന ഡ്രസ്സാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ട് 899 ആയിരുന്നു. പിന്നെ ഈ ഒരു ഗ്രീൻ ഡ്രസ്സ് നല്ല വെറൈറ്റി ആയിട്ട് തോന്നി. അധികം അങ്ങനെ കാണാത്തൊരു കൈൻഡ് ഓഫ് ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡ്രസ്സായിരുന്നു. സോഫ്റ്റും ആണ്, അതുകൊണ്ട് തന്നെ നല്ല വെറൈറ്റിയാണ്. പിന്നെ ഈ ഒരു ഡ്രസ്സ് ഈ ഒരു സെക്ഷനിൽ വരുന്നത് ഒരു 13 to 14 ഇയേഴ്സൊക്കെ വരുന്ന കുട്ടികളുടെ ഡ്രസ്സുകളാണ്. അവിടെയും നല്ല വെറൈറ്റി കളക്ഷൻസൊക്കെ ഉണ്ടെന്ന്. ഈ ഒരു ബ്ലാക്കും ആ ഡ്രസ്സൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇത് ഈ കാണിക്കുന്ന ഡ്രസ്സ് ഉണ്ടോ, അത് നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ബാക്കിൽ അതിന് പറ്റുന്ന ഷോർട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നല്ല ക്യൂട്ട് ഡ്രസ്സുകളായിരുന്നു ഈ വട്ടം കിഡ്സിൻ്റെയൊക്കെ കളക്ഷനിൽ കണ്ടത്. ഈ നിറ്റഡ് ടൈപ്പ് ഡ്രസ്സുകളൊക്കെ അതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പേസ്റ്റൽ ഷെയ്ഡ്സൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഈ വൈറ്റ് കണ്ടു, വൈറ്റിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് സ്റ്റുഡിയോയിൽ നിന്ന് കണ്ടു കേട്ടോ. ഈ ഒരു ത്രെഡ് വർക്ക് വരുന്ന ഈ വൈറ്റ് ഡ്രസ്സ് സ്ലീവ്ലെസ് ഒക്കെ ഇടുന്നവർക്ക് നല്ലതായിട്ട് ഈ നല്ല പ്ലീറ്റഡ് സ്കേർട്ടിൻ്റെയൊക്കെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സാണ്. അഫോർഡബിൾ റേറ്റും ആണെന്നാൽ നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാനും. അപ്പോൾ ഈ ഡ്രസ്സും അതുകൊണ്ട് തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഈ ഒരു ഫ്രോക്ക് ഉണ്ട്, ഒരു എന്താ പറയുക, ഒരു പ്രിൻ്റഡ് ആയിട്ട് വരുന്ന ഫ്രോക്ക്. അതിൻ്റെ യോക്കിൽ ഹക്കോബ മെറ്റീരിയൽ കൊണ്ടുള്ള വർക്കൊക്കെയാണ് വരുന്നത്. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. 899 ആയിരുന്നു ഇതിൻ്റെ പ്രൈസ്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. പിന്നെ ഈ ഒരു കോട്ടൺ മെറ്റീരിയലിൽ തന്നെ ഒരുപാട് ഡ്രസ്സ് 3/4 സ്ലീവിൽ ബെൽ സ്ലീവ്സ് ഒക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കണ്ടത് ഈ ഒരു വൈറ്റും ഈ ഒരു ബ്ലൂ, ഈ രണ്ട് ഡ്രസ്സും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞാൻ ഇതിൻ്റെ പ്രൈസ് ഇങ്ങനെ നോക്കുക, അവിടെ നോക്കിയിട്ടൊന്നും കണ്ടില്ല. പിന്നെ ഇത് അപ്പുറത്തെ ഡ്രസ്സിൽ നോക്കിയപ്പം 899 ആയിരുന്നു ഇതിൻ്റെ പ്രൈസ്. അതുകൊണ്ട് ഈ വൈറ്റും നല്ല രസമുണ്ട്. വൈറ്റൊക്കെ ഇഷ്ടം പോലെ ഈ വട്ടം ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാട്. ഈ ഒരു വൈറ്റ് ഉണ്ടോ, ഇത് നമുക്ക് സാരിയുടെയൊക്കെ ബ്ലൗസായിട്ടൊക്കെ പെയർ ചെയ്യാൻ നല്ലതാണ്. അതിന് 599 ആയിരുന്നു റേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഷർട്ടിൻ്റെയൊക്കെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. പുൾ ഓവറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയില്ലേ. പിന്നെ ഇത് 399 സെക്ഷനാണ്. കുർത്തീസില്ലേ, കുർത്തീസിൽ ഈ കാണിക്കുന്ന ഒരു കുർത്തി എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു.
ഒരു യെല്ലോവും അതുകൊണ്ട് തന്നെ വൈറ്റും കൂടെ കമ്പൈൻ ചെയ്തിരുന്ന കളർ. ഇതിനകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ കുർത്തീസും കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ ക്വാളിറ്റി വെച്ചിട്ട് അത്ര നല്ലതല്ല കേട്ടോ. ഈ ഒരു ഡ്രസ്സ് ഉണ്ടോ, ഇതിനകത്ത് സീക്വൻസ് വർക്കൊക്കെ വരുന്നതാണ്. 599 ഡ്രസ്സാണ്, പക്ഷേ ക്വാളിറ്റി ഒട്ടുമില്ല. എനിക്കൊന്നൊരു വാഷിന് തന്നെ അത് ചീത്തയാ പോകുന്ന ഡ്രസ്സാണെന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ പിന്നെയും കോട്ടനാണ്. പിന്നെ ഈ ഡ്രസ്സും ഇതിൻ്റെ കളർ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജസ്റ്റ് നോക്കിയാണ്. പിന്നെ ഞാൻ കണ്ടതുണ്ട്, ഇത് അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ്. കളറും കൊള്ളാം, ക്വാളിറ്റിയും കൊള്ളാം, ഇതും നല്ല രസമുണ്ടായിരുന്നു. ഇത് രണ്ടും അത്യാവശ്യം നല്ല ഡ്രസ്സാണ്. പിന്നെ ഈ ഒരു ഡ്രസ്സ് എനിക്കൊന്ന് കഴിഞ്ഞ വർഷവും ഇത് സ്റ്റുഡിയോയിലുണ്ടായിരുന്നു, പക്ഷേ അത് പോയിട്ടില്ല അങ്ങനെ. ആ ഒരു ഡ്രസ്സ് അതിൻ്റെ തന്നെ ബ്ലാക്കാണ് ഇപ്പോൾ കാണിച്ചിരുന്നത്. ആ ഗ്രീനിൻ്റെ തന്നെ സെയിം ബ്ലാക്കാണ് ഈ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ കുറച്ച് ടോപ്പുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനെല്ലാം 500 റുപ്പീസേ ഉള്ളൂ, അതായത് 499 റുപ്പീസായിരുന്നു. അങ്ങനെയുള്ള കുറേ കുർത്തീസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കിയിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനകത്തൊരു എന്താ പറയുക, ഈ ഒരു കളറുണ്ടോ ഈ ഡ്രസ്സിൻ്റെ, ആ ഒരു സെയിം ഷെയ്ഡ് വരുന്നതും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെക്ഷനിലാണ് ഞാൻ എടുത്തത്. ഇവിടെ തന്നെ പലാസോസും അതുപോലെ തന്നെ നമ്മുടെ ലെഗിൻസും പാൻസും അതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. 300 റുപ്പീസ് തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിന് 600 റുപ്പീസാണ് വരുന്നത്. പിന്നെ ഈ ഒരു വൈറ്റും കമ്പൈൻ ചെയ്തൊക്കെ വരുന്ന ഡ്രസ്സ് നല്ല രസമുണ്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സ് ഉണ്ടോ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പെയർ ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. പക്ഷേ ഈ ഒരു വൈറ്റ് കുർത്ത എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അഫോർഡബിൾ റേറ്റും ആണെന്ന് കാണാൻ ഒരു ഡിഫറെൻറ്റ് ലുക്ക്, സാധാരണ കുർത്ത പോണക്കല്ലല്ലോ. പിന്നെ ഈ ഒരു യെല്ലോ കുർത്തി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു മസ്റ്റാർഡ് യെല്ലോ പോണക്ക് തോന്നി, നല്ല രസമുണ്ടായിരുന്നു അത്. പിന്നെ ഇതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വൈറ്റാണ്. ഇതും ആ വൈറ്റും സെയിം പാറ്റേണിൽ വരുന്നതാണ്, പക്ഷേ എനിക്ക് വൈറ്റാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിന് നിങ്ങൾ സ്റ്റുഡിയോയിൽ പോകുന്നുണ്ടെങ്കിൽ പോയി നോക്കുക കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു, അഫോർഡബിൾ റേറ്റിലുള്ള ഒരുപാട് ഡ്രസ്സ് ഉണ്ട്.